നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ് ഇത് പിടിച്ചേ. ഈ ഏട്ടന് ഇത്ര നേരത്തെ വന്നൂടെ? എടി നേരത്തെ വന്നാ ഇത്രയും സാധനങ്ങൾ നിനക്ക് വാങ്ങാൻ പറ്റൂ? ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ വിചാരം. അല്ല, മാളി ചേച്ചി എന്ത് പറഞ്ഞു? നിന്റെ നാവിന്റെ നീളം അല്പം കുറയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇത്രയും നേരം അടയിരിക്കാതെ നിനക്ക് ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആദ്യം ഇവളെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയക്കട്ടെ. നടന്നത് തന്നെ. വിമലേച്ചിയുടെ കല്യാണം നടത്തിയ കടം ഇതുവരെ തീർന്നിട്ടില്ല. ഒക്കെ നടക്കൂടി. പിന്നെ ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് വാങ്കുവിളിയല്ല, നിന്റെ പുന്നാര അളിയന്റെ നിലവിളിയാ. സദാസമയം പാർട്ടി പ്രവർത്തനം അല്ലേ? ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ. നിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ കുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? അളിയനിത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ടറേറ്റ് വളയലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിനൊരർത്ഥം വെച്ചത്. എന്ത്? TK പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഉണ്ട്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ. നാളെ തല്ലുകൊള്ളാൻ നോക്കണം. എന്ത് പറ്റിയളിയാ? ഒന്നുമില്ലളിയാ. Hi, good morning everyone. Hi. Okay. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി. ഇപ്പൊ ഒന്നും പറയാൻ നിർവാഹമില്ല. സമയം വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചെല്ലാം പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിബഡി. വേൾഡ് മെഡിക്കൽ കോൺഫറൻസിൽ തന്റെ ഇൻവെൻഷൻ പ്രസന്റ് ചെയ്ത് എല്ലാവരുടെയും പ്രശംസ നേടിയാണ് ഡോക്ടർ റോയ് മാത്യു നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തന്റെ ഇൻവെൻഷന്റെ വിശദാംശങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനായി ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Honorable President Dr. Mahesh, All India Research Scientist Adwa Committee President Dr. George Koshi, our delegates, my dear friends. I feel so proud and glad to be here in front of you because കഴിഞ്ഞ 12 വർഷത്തെ എൻ്റെ പരിശ്രമത്തിന് ഫലമുണ്ടായിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള കഴിവ് സ്ത്രീകൾക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം, പ്രസവിക്കാം. ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ പുരുഷനായിരിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഡോക്ടർ ബിജോയ്. അയാൾക്ക് ഗർഭപാത്രം ഉണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ പുരുഷനെ കുറിച്ചാണ്. സസ്തനികളായ മുയൽ, കുരങ്ങ് എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിജയിച്ചപ്പോഴാണ് മനുഷ്യരിലും ഇത് പരീക്ഷിക്കാം എന്ന നിഗമനത്തിൽ ഞാൻ എത്തിയത്. സോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യുവർ കൈൻഡ് അറ്റൻഷൻ ഫോർ മൈ പ്രസന്റേഷൻ. ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നത് അണ്ഡം ബീജവുമായി സംയോജിച്ച് ഭ്രൂണം പിറവിയെടുക്കുന്നിടത്താണ്. എന്നാൽ പുരുഷന്റെ കാര്യത്തിൽ പെരിറ്റോണിയൽ കാവിറ്റിയിൽ ഭ്രൂണം നിക്ഷേപിക്കപ്പെടുകയാണ്. പെരിറ്റോണിയൽ കാവിറ്റിയിൽ 4 ആഴ്ചയിൽ കൂടുതൽ ഭ്രൂണം വളരില്ലല്ലോ. ആഫ്റ്റർ 4 വീക്സ് അത് പൊട്ടി ഫ്ലൂയിഡായിട്ട് പുറത്തു പോകും. നോർമലി സ്ത്രീകളിലും യൂട്രസിന് പുറത്ത് ചിലപ്പോഴൊക്കെ ഗർഭധാരണം നടക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ MBBS പഠിച്ച കാലഘട്ടത്തിൽ നിന്നും മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നു. ആസ് പെർ ദ ന്യൂ ഫൈൻഡിങ്സ് 45 വീക്സ്, അതായത് 315 ദിവസം വരെ ഭ്രൂണത്തിന് പെരിറ്റോണിയൽ കാവിറ്റിയിൽ വളരാൻ കഴിയും.
വിദേശത്തുള്ള അനേകം ശാസ്ത്രജ്ഞന്മാരുടെ മെയിൽ കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ റോയിയുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഡോക്ടർ, ഒരു പുരുഷനെങ്ങനെ പ്രസവിക്കാനാവും? ഡോക്ടർ യു സെറ്റ് ദ പോയിന്റ്. പുരുഷന് വജൈന ഇല്ലാത്തത് കൊണ്ട് ഒരു സിസേറിയനിലൂടെ മാത്രമേ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിയൂ. ഡോക്ടർ, ഈ പരീക്ഷണത്തോട് എനിക്കൊട്ട് യോജിക്കാനാവില്ല. വി ഹാവ് സം എത്തിക്സ്. കാലാകാലങ്ങളായി നാം പിന്തുടരുന്ന ആചാരങ്ങൾ. നമുക്കൊരു സംസ്കാരമുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിനെതിരാവുക? ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകടം മറിക്കും. യെസ്, ഇത് സാമൂഹികമായ ഒരുപാട് അസമത്വങ്ങൾക്ക് വഴിതെളിക്കും. നോ ഡോക്ടർ ബിജോയ്, ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കാനാവില്ല. ഗർഭധാരണം മുതൽ പ്രസവം വരെ ഒരു പുരുഷന് ഡോക്ടറുടെ സഹായം കൂടിയേ തീരൂ. മിസ് റോയ്, താങ്കൾ ഈ പരീക്ഷണത്തിൽ നിന്നും പിന്മാറണം. മനുഷ്യവംശത്തോട് കാട്ടുന്ന ഈ കൊടും പാതകത്തെ നമ്മുടെ സംഘടന പിന്തുണയ്ക്കരുതെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. This is the first time in medical history that such an experiment has ever been carried out. The results would be happiness to many families all over the world. ഡോക്ടർ റോയുടെ കണ്ടുപിടുത്തം അവിശ്വസനീയമാണ്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് ദഹിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് ദ ട്രൂത്ത്. ഒരു മലയാളി ഈ പരീക്ഷണത്തിന് മുതിരുമ്പോൾ നമ്മൾ അഭിമാനിക്കണം, കൈയടിച്ച് അഭിനന്ദിക്കണം. മിസ്റ്റർ റോയ്, താങ്കൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അഭിനന്ദിച്ചവർക്കും വിമർശിച്ചവർക്കും എൻ്റെ നന്ദി. താങ്ക് യു ഓൾ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അബ്നോർമൽ ആയിപ്പോയി. എല്ലാവരും ഏതോ മായാലോകത്ത്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഡോക്ടർ ബിജോയ്. ഇന്ത്യൻ ഫിലോസഫിയിൽ പോലും പ്രിഫറൻസ് മായയ്ക്കാണ്. മായ മീൻസ് ഇല്യൂഷൻ. ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത് ഓരോ മായ കാഴ്ചകളിൽ അഭിരമിച്ചാണ്. സം ഡ്രീംസ് ബിക്കം ട്രൂ ആൻഡ് മൈ റിസർച്ച് ഈസ് സച്ച് എ ഡ്രീം. ഷണ്ഡത്വവും വന്ധ്യതയും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ മാർഗം വലിയൊരു സഹായമാവും. Finally, I declare that a man could become pregnant and he's able to deliver a healthy offspring. That's all. Thank you. Well done, doctor. Thank you, Dr. Mahesh. അപ്പോ ഇനി വേണ്ടത് ഒരു കാരിയറെയാണ്. Yes. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പരീക്ഷണത്തിൽ പങ്കാളിയാവാൻ സന്നദ്ധതയുള്ള ഒരാൾ. പത്രത്തിലൊരു പരസ്യം കൊടുത്താൽ പ്രോബബ്ലി വിൽ ഗെറ്റ് എ സൂട്ടബിൾ കാരിയർ. അത് വേണ്ട. ഈ സാമ്പത്തിക ലാഭം മാത്രം നോക്കി വരുന്ന ആരെങ്കിലും ആണെങ്കിലോ? അപ്പോ എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഈ പരീക്ഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ ദൈവത്തിന്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടാ, എന്താടാ? പട്ടിയുണ്ടോ? എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരുടെ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരുടെ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല. തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും. തുറന്നു വിടട്ടാ? അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായ? പട്ടിയുണ്ട് കേട്ടാ? ശരി. ദൈവമേ, അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടുവെന്തോ. മുഴുപ്രാന്തനാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സുധി. കൊറിയർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ LC സെക്രട്ടറി പ്രഭാകരൻ സുധിയുടെ അളിയനല്ലേ? അതെ സർ, അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി. എന്താ സർ ചോദിച്ചേ? ഒന്നുമില്ല. മിനിഞ്ഞാന്ന് 2-3 പേരെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. എന്തിനാ? പിരിവിനാ വന്നത്. പുള്ളിക്ക് പാർട്ടി പിരിവും തല്ലുകൊള്ളലോ മെയിൻ ഹോബി. സുധീന്ദ്രന് രാഷ്ട്രീയമൊന്നുമില്ലേ? അയ്യോ, കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടി നടക്കുന്ന എനിക്കെന്ത് രാഷ്ട്രീയം സാറേ? ഞാനും കൂടെ പണിമുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോവും സാറേ. ഏതായാലും സുധീന്ദ്രൻ കഷ്ടപ്പെട്ടൊരു കുടുംബം നോക്കുന്നുണ്ടല്ലോ. അതേതൊരാണിന്റെ കടമയല്ലേ സാർ? ശരി സാർ. ശരി.